ഇന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാവരും ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ വർക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെയും തേങ്ങ ചിരണ്ടി വെക്കണമെന്നുള്ളത്. നമ്മൾ ഒരു ചിലപ്പോൾ 3 തേങ്ങ അല്ലെങ്കിൽ 4 തേങ്ങ അങ്ങനെ ചിരണ്ടി വെക്കും. എന്നാലാണ് നമുക്ക് കാലത്തേക്ക് എഴുന്നേറ്റിട്ട് പലഹാരം ഉണ്ടാക്കാനൊക്കെ ഒരു എളുപ്പം. ഇപ്പോൾ തേങ്ങ തീർന്നിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. ഇതുവരെയും തേങ്ങ ചിരണ്ടി വെക്കാൻ സാധിച്ചിട്ടില്ല. കാരണം മറ്റുള്ള ജോലികൾ ചെയ്ത് വരുമ്പോൾ തേങ്ങ ചിരണ്ടാനുള്ള ഒരു ആരോഗ്യം കാണൂല. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കും. അപ്പോൾ ഇന്ന് എന്ത് തന്നെയായാലും തേങ്ങ ചിരണ്ടണം എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കാപ്പിയൊക്കെ ഇട്ടതിന് ശേഷം വേഗം പോയിട്ട് തേങ്ങ ഒരെണ്ണം പൊതിച്ചെടുത്ത് കൊണ്ടുവന്ന്. അപ്പോഴേക്കും പപ്പ വന്ന്. പപ്പയുടെ അടുത്ത് പൊതിച്ചിടാൻ പറഞ്ഞിട്ട് പപ്പ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പ 2 തേങ്ങയും കൂടി പൊതിച്ചത് മതിയെന്ന് ഞാൻ പറയാം. അങ്ങനെ 3 തേങ്ങ ചിരണ്ടി ആദ്യം തന്നെ വെച്ച് അതിനകത്ത് നിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി. ഇന്ന് പഴമുള്ളതുകൊണ്ട് പുട്ട് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഏതായാലും ഈദിൻ്റെ ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ബട്ടർ ചിക്കനും നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ കശുവണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കശുവണ്ടി, അതുപോലെ നെയ്ച്ചോറിന് കശുവണ്ടി മുന്തിരിയും വേണം. അപ്പോൾ മുന്തിരിയും കൂടി മേടിച്ചിട്ടുണ്ട്, റൈസിൻസ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ബ്ലിങ്കിറ്റിൽ ഓർഡർ കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ വേറെ 1-2 സാധനങ്ങളും കൂടി അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ നമ്മളുടെ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ഫ്രഷ് ക്രീം ബ്ലിങ്കിറ്റിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിച്ചത്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. പപ്പ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് പപ്പ തിരിച്ചു വരുന്ന സമയത്ത് ഫോൺ ചെയ്താൽ പറഞ്ഞത് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഫ്രഷ് ക്രീമും കൂടി കൊണ്ടുവരാം. അപ്പോൾ അപ്പോഴടുത്ത് പഴം മേടിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഫ്രഷ് ക്രീം ബ്ലിങ്കിറ്റിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത്. അപ്പോൾ അങ്ങനെ പപ്പനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ബട്ടർ ചിക്കനും നെയ്ച്ചോറും കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സിലോൺ ബേക്കേഴ്സിൽ പോയിട്ട് ബട്ടർ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ബട്ടർ ചിക്കനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ബട്ടർ ചിക്കൻ കഴിക്കണമെന്നുള്ളൊരു ചിന്ത. പിന്നെ റിച്ചാർഡിന് ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു സംശയവും ഉണ്ടായിരുന്നു. അപ്പോൾ റിച്ചാർഡ് ഞാൻ വെച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇന്ന് ബട്ടർ ചിക്കൻ വെക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് പീസ് നോക്കിയിട്ട് കട്ട് ചെയ്ത് കുറച്ച് പീസസ് മാത്രം, അധികം ഉണ്ടാക്കണില്ല, കുറച്ച് പീസസ് എടുത്തിട്ട് ബാക്കി റൂബിക്കുള്ള ചിക്കൻ വേവിക്കാനും വെച്ചിട്ട് പിന്നെ 2-3 ബോക്സിലാക്കി മറ്റേ ബാക്കിയുള്ള ചിക്കൻ എടുത്ത് ഫ്രീസറിലോട്ടും വെച്ചിട്ടാണ്. അപ്പോൾ ടൈം ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയമായപ്പോഴാണ് നമ്മളിത് വെക്കാൻ നിന്നത്. കാരണം എനിക്കിത്തിരി ഫോൺ കോൾസും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നമ്മളുടെ നേരം മൊത്തം പോകും. നമ്മളാകെ ടയേർഡാകുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ലെങ്ത് ഉണ്ട് അങ്ങോട്ട് നടന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറങ്ങി നടന്ന് അവിടം വരെ എത്തി ആ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ ആരെങ്കിലും വരും. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് റിച്ചാർഡാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനും എടുക്കാനും ഒക്കെ ഇട്ട് വിളിക്കും, മമ്മി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഓടി അങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ നടന്നില്ലേ എൻ്റെ നേരം മൊത്തം പോണേണ്. ഇപ്പം ഞാനിത് വെക്കാൻ നിന്നത് 12:20 കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് ഇത്തിരി വെളുത്തുള്ളി, ഇഞ്ചിയും മുളക് പൊടിയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആദ്യം തന്നെ അത് പാളിപ്പോയി. കാരണം ഞാനൊരു ഇത്തിരി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് ആ വെള്ളം കൂടിപ്പോയി. ആ വെള്ളം അത്രയും ആയതുകൊണ്ട് തന്നെ ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഊറാനും തുടങ്ങി. പിന്നെ ഇതിൻ്റെ വെള്ളം കൂടി ആയപ്പോഴത്തേക്കും അതിങ്ങനെ കോട്ട് ചെയ്ത് ആദ്യം നമ്മൾ പുരട്ടുമ്പോൾ കോട്ട് ചെയ്തിരുന്നെങ്കിലും പിന്നെ അത് വെള്ളത്തിലായിപ്പോയി. അപ്പോൾ വറുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടി തെറിക്കാനും തുടങ്ങി. അത് ആദ്യം തന്നെ എനിക്കത് മനസ്സിലായി സംഭവം ഇത്തിരി വെള്ളമായിപ്പോയി, അരപ്പ് വെള്ളമായിപ്പോയി എന്നുള്ളത്. ചിക്കൻ ഞാൻ ഒരു കൊട്ടയിലൊക്കെ വെച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും വീണ്ടും ചിക്കനിൽ നിന്ന് വെള്ളം ഒഴുകി ഇങ്ങനെ വന്നു. അപ്പോൾ അതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സവാള, തക്കാളി, ഇതിന് തക്കാളിയാണ് കൂടുതൽ വേണ്ടത്. ഇപ്പോൾ 4 തക്കാളി എടുക്കണമെങ്കിൽ ഒരു സവാള എടുത്താൽ മതിയാവും. അതാണ് ഈ ഒരു ബട്ടർ ചിക്കനിൽ ആ ഒരു ഇതിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ചീനച്ചട്ടി ഇതിൽ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ തന്നെ വറുക്കാനിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്കിനി ഈ സവാള, തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വെളുത്തുള്ളി, കശുവണ്ടി ഇതെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം അതൊന്ന് പിന്നീട് വിട്ടൊന്ന് വേവിക്കാനായിട്ട്. ആദ്യം ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യണ നേരത്ത് നമുക്ക് തക്കാളിയും സവാളയും എല്ലാം അരിഞ്ഞെടുക്കുക, വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇന്ന് ചോറുണ്ട്, കറിയുണ്ട്, അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് മാത്രം വെച്ചാൽ മതി.
പിന്നെ ഇനി നമ്മളുടെ നെയ്ച്ചോറ് വെക്കണം. സാധാരണ ഞാൻ നെയ്ച്ചോറ് എപ്പോഴും വറ്റിച്ചാണ് വെക്കാറ്. ഇപ്പോഴായിട്ട് എനിക്കെന്തോ വറ്റിച്ച് വെക്കാനായിട്ട് തോന്നലില്ല. കാരണം ആ ഒരു അത്രയും സ്റ്റാർച്ച് അതിലേക്ക് തന്നെ ഇരിക്കണതല്ലേ. അന്ന് റിച്ചാർഡിന് വണ്ണമൊക്കെ കൂടിയ സമയത്താണ് അങ്ങനെ ഞാൻ പിന്നെ അതൊരു പേടിയായി തുടങ്ങിയത്. അത്രയും സ്റ്റാർച്ച് വേണ്ട, അത് ഊറ്റിക്കളയണമല്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വറ്റിച്ചെടുക്കണില്ല. വറ്റിച്ചെടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. നെയ്യിൽ കിടന്നിങ്ങനെ വേഗം. ഇതിപ്പോൾ ഞാൻ ചോറ് വേറെ ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു വെള്ള കളർ ഉണ്ടാകും നമ്മളുടെ നെയ്ച്ചോറിന്. മറ്റേത് വറ്റിച്ചെടുക്കുമ്പോൾ നെയ്യുടെ കളർ ഒരു മഞ്ഞ കളറായിട്ടിരിക്കും. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ഒരു വലിയൊരു പീസ് ബട്ടർ ചിക്കൻ ആണല്ലോ, അപ്പോൾ ബട്ടർ വേണം. ബട്ടർ ഇട്ടിട്ട് അതിനകത്തേക്ക് സവാളയും തക്കാളിയും വെളുത്തുള്ളിയും കശുവണ്ടി ഈ 4 സാധനങ്ങൾ ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഒന്ന് വഴറ്റി. ആദ്യം ഇത്തിരി ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. കാരണം ഈ തക്കാളിയൊക്കെ ഇടുമ്പോൾ തന്നെ വെള്ളവും ആ വെള്ളം ഒന്ന് വറ്റി വരണം. അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിലവർ പൊടികൾ പിന്നീടായിരിക്കുള്ളൂ ഒന്നും കൂടി താളിച്ചിട്ട് ചേർക്കുക. ഇപ്പം ഞാൻ എളുപ്പത്തിന് ഇതിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുളക് പൊടി, കളറുള്ള മുളക് പൊടിയാണ്, എരിവ് ഇല്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഗരം മസാല മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് വേവിച്ച് കൊടുക്കണം. മൂടി വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പഞ്ചസാരയും വിനാഗിരിയും ചേർത്തിട്ട് അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണ്ടത്. ഒരു പുളി മധുരവും ചേർത്തിട്ട് ആ ഉപ്പും കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ പല പ്രാവശ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ആ ഒരു മധുരവും പുളിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണത്. ഇപ്പം മധുരം ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആ ഒരു കണക്കിന് ഒരു 1/2 കിലോ ചിക്കനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു കണക്കിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കണം നമ്മൾ പോരുന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യണത് കറക്റ്റാണെങ്കിൽ ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വഴറ്റുമ്പോൾ കരിഞ്ഞൊക്കെ പോകരുത്. കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു രുചിയുമായി കളറും ഒക്കെ മാറിപ്പോവും. പിന്നെ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരിയും വേവിക്കുന്നുണ്ട്. നെയ്ച്ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള വഴറ്റുകയും ചെയ്യണം, വറുത്ത് മാറ്റുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഞാൻ ഇതിനകത്തേക്കുള്ള സവാള വറുക്കാനും കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടണമല്ലോ. അപ്പോൾ ആദ്യം നെയ്യിൽ അതാദ്യം വറുത്ത് മാറ്റി ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ, എന്നിട്ടാണ് പിന്നെ വഴറ്റാനുള്ളതുള്ളത്. സവാളയും പച്ചമുളകും ഇഞ്ചി, അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ചേർക്കുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ്. എടുത്ത് മാറ്റാനും എളുപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇടയ്ക്ക് കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 1/2 സവാളയാണ് വറുക്കണത് കേട്ടോ. 1/2 സവാള നെയ്യിൽ വറുത്തിട്ട് അത് വറുത്ത് 3/4 ഭാഗം ആകുമ്പോഴേക്കും അതിനകത്തേക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് അതും കൂടി അങ്ങോട്ട് വറുത്ത് ഒന്നിച്ചങ്ങോട്ട് കോരി മാറ്റിയിട്ട് പിന്നെ അതിനകത്തേക്ക് വീണ്ടും നെയ്യ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റാനുള്ള കാര്യങ്ങൾ മുഴുവൻ മസാല ആദ്യം പൊട്ടിച്ചിട്ടാണ് നമ്മൾ വഴറ്റണത്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇത് വറുത്ത് മാറ്റട്ടെ, എന്നിട്ടാണ് മുഴുവൻ മസാല ഇട്ട് പൊട്ടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ബട്ടർ ചിക്കൻ്റെ ആ ഒരു കൂട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് പതിയെ വേവിച്ചൊക്കെ എടുത്തല്ല, അത് തണുക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. അതിനി തണുത്തത് എടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ചൂടുള്ളത് ഒരിക്കലും അരക്കരുത്. അത് ഇങ്ങനെ ആ മൂടിയെല്ലാം തെറിച്ച് നമുക്ക് പൊള്ളലെടുക്കും. അതുകൊണ്ട് തന്നെ തണുത്തിട്ട് മാത്രം അരക്കാൻ പാടുള്ളൂ. ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. തണുക്കാനുള്ള സമയമൊക്കെ കണ്ടെടുത്ത് വേണം ഈ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ 12:20 തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഒരു 2 മണി 2:30 കൊടുത്താൽ മതി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ആദ്യം ഈ സംഭവമൊക്കെ വഴറ്റിയെടുത്ത് തണുക്കാൻ മാറ്റി വെക്കണം. അല്ലാതെ തിരക്ക് പിടിച്ചൊരിക്കലും ചെയ്ത അപകടം വരുത്തി വെക്കരുത്. അപ്പോൾ ഇത് വഴറ്റിക്കൊണ്ടിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ വഴറ്റിയതിനെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചോറ് വെന്ത് വാർത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് അതിനകത്തേക്ക് ഈ ചോറൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ അതേ മിക്സഡ് ജാറ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ തണുത്ത ബട്ടർ ചിക്കൻ്റെ ആ മിക്സ് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് ഒന്ന് അരച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് എടുക്കണം. ചിലവർ ഇത് അരിപ്പയിൽ കൂടി അരിച്ചു എടുക്കും, ഒരു തരി പോലും ഇല്ലാതിരിക്കാൻ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെയാണ് കിട്ടണത്. അപ്പോൾ അതാണ്. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൽ ആവശ്യത്തിനുള്ള ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് അരയാൻ പരുവത്തിനുള്ള സംഭവമുണ്ട്. ഇനി വെള്ളം ചേർക്കേണ്ട. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ എണ്ണയിലിട്ട് വഴറ്റി വറ്റിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ വെള്ളം ചേർക്കാതെ ഇറക്കണോണ്ട് നേരിട്ട് ഇനി ആ ഒരു
മിക്സ് ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വെള്ളം പോരുന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഈ പീസസ് വറുത്തതും കൂടി അതിനകത്തിട്ട് പിന്നെ കസൂരി മേത്തി നമുക്ക് ഇടാനുണ്ട്, ഇത് ഫ്രഷ് ക്രീമും ഈ സാധനങ്ങളൊക്കെ ഏറ്റവും അവസാനം ഒന്ന് ഇട്ട് കൊടുത്തങ്ങോട്ട് ഇറക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയൊരു പണി കഴിഞ്ഞ് പിന്നെ വേഗം സാധനം തയ്യാറാകും. അപ്പോൾ അതാണ് ആദ്യം ചെയ്ത് വെക്കേണ്ടത്. തലേദിവസം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ വഴറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, പിറ്റേ ദിവസം എടുത്ത് അരച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഗസ്റ്റൊക്കെ വരുമെന്ന് പറയണമെങ്കിൽ ഇതുപോലെ തലേദിവസം വഴറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ അതേ പപ്പ പള്ളിയിൽ നിന്ന് വന്ന് ഫ്രഷ് ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ ഈ ചട്ടിയുടെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിൽ ഒരുപാട് ഇരിക്കണ കണ്ടതുകൊണ്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി എടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാകുന്നത് കേട്ടോ ആ വെള്ളം. കാരണം ആ ജാറിൽ അത്രയും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ഇത് നല്ല പേസ്റ്റായിട്ടാണ് വന്നേക്കണത്, അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇനി ഇത് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിനകത്ത് ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി ഒന്ന് തിളപ്പിച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് കസൂരി മേത്തി എന്തായാലും ഇതിൽ ഇടണം, എന്നാലാണ് ബട്ടർ ചിക്കൻ്റെ തനത് രുചി വരുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഈ ഫ്രഷ് ക്രീം എന്ന് പറയുമ്പോൾ അത് ഇല്ലാത്തവർക്ക് പശുവും പാൽ, ഈ വെള്ളത്തിന് പകരം പശുവും പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ഇട്ടാൽ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ ഗാർണിഷ് ചെയ്യാനൊന്നും പറ്റില്ല, പാലൊഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യൽ നടക്കില്ല. ഫ്രഷ് ക്രീം ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ സാധിക്കുക ഫ്രഷ് ക്രീം ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പശുവും പാൽ തന്നെ മതി, അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞത് പശുവിൻ്റെ പാലിൻ്റെ ആ ഒരു ക്രീം തന്നെയാണ്, അതേ ടേസ്റ്റ് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതേ പീസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കസൂരി മേത്തി നല്ല രീതിയിൽ കയ്യിലൊന്ന് തിരുമ്മിയിട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് വരിക. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഇട്ട് തിരുമ്മിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ ഒരുപാടായി പോകരുത്, നമുക്ക് മടുക്കും, പെട്ടെന്ന് അങ്ങോട്ട് അധികം കഴിക്കാൻ പറ്റില്ല, മടുക്കും. അപ്പം നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ ഏകദേശം അത് റെഡിയായി നിൽക്കണേണ്. അതിൻ്റെ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നെയ്ച്ചോറിൻ്റെ ചോറെല്ലാം റെഡിയായി. ആ സമയത്താണ് ഇത് വീണ്ടും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഏറെ നെയ്യ് ഏതായാലും ആ ഒരു റൈസിലുള്ളത് കൊണ്ട് ഇനിയും ഇതിൽ നെയ്യിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും അവസാനം വേണമെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിൻ്റെ മീതയിലേക്ക് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ്. ഞാനങ്ങനെ ചെയ്യാറില്ല, ചെയ്യാനുള്ള ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തേങ്ങാപ്പാലും കൂടി എടുത്തിട്ട് ഇതിൻ്റെ മീതയിൽ തളിച്ച് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറ്റിച്ചൊക്കെ എടുക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് റൈസ് ഇട്ട് വറ്റിച്ചെടുക്കും, അതും നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറിന്. അത് തേങ്ങാച്ചോറെന്നൊക്കെ പറയും, പക്ഷേ നെയ്ച്ചോറിനും അത് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ബട്ടർ ചിക്കനൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു തൃപ്തിയുള്ളു. അതുകൊണ്ട് ഞാനതൊക്കെ ചെയ്ത് ചുറ്റിച്ച് ഒക്കെ ഒന്ന് ഒഴിച്ച് നമ്മുടെ ഫ്രഷ് ക്രീം, നടുക്കൊരു പീസ് ബട്ടറും അതിൻ്റെ മീതയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കസൂരി മേത്തിയൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് എൻ്റെ സന്തോഷം. എന്ത് സാധനങ്ങൾ ഇതുപോലെ ഗാർണിഷ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയും രുചിയും ഒക്കെ തോന്നും കേട്ടോ. ഇളക്കിയിട്ടൊക്കെ എടുത്താ എനിക്ക് വയ്യ. അതിന് പറ അഭിപ്രായം. അത്രയുള്ള അടിപൊളി. ഇനി എന്താ ചോദിച്ചാൽ ഒരെണ്ണം കൂടി പറയും, അതിനേലും കുറച്ചും കൂടി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയും. അടിപൊളിയാ. അപ്പോൾ പറ സിലിക്കണെന്ന് സിലോൺ ബേക്കേഴ്സ് എന്നാണ് അവരുടെ നല്ല അല്ലേ? ഇതിന് എരിവില്ലേ? എൻ്റെ ദൈവമേ, ഇതിന് എരിവുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിരിക്കണമായിരുന്നു. ഓ സമാധാനം, ഇത് ദൈവമേ എരിവുണ്ടല്ല, എനിക്കൊരു ഇത്തിരി എരിവ് പോലും പറ്റൂലേ. അതാ സംഭവം. എനിക്ക് ഇത് തന്നെ എരിവായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്നും ഇട്ടില്ല, മേടിച്ചിട്ട് പച്ചമുളക് ഇടും ഇതിനകത്ത്. പിന്നെ ചിക്കനൊക്കെ കൊള്ളാമോ? ഡിന്നറെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം പാത്രങ്ങളൊന്ന് കഴുകി വെച്ചതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് റൂബിനെ കൊണ്ടൊന്ന് കിടന്ന്. കാരണം റൂബിയുടെ ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു അത്ര നേരം ഇപ്പം. അപ്പോൾ കൗണ്ടർ ടോപ്പും സ്റ്റൗ ഒന്നും തുറക്കാതെ തന്നെ ഞാൻ പോയി കിടന്ന്. ഇനിയും അവൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ റൂബിയും കൂടി ഒരു മണിക്കൂറിൽ കൂടുതൽ റെസ്റ്റ് ചെയ്ത് കേട്ടോ. 5:30 മണി വരെ
റെസ്റ്റ് ചെയ്തിട്ടാണ് എഴുന്നേറ്റ് വന്ന് പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പും സ്റ്റൗവും എല്ലാം തുടച്ച് എന്നിട്ടാണ് ചായക്ക് വെച്ചത്. കാരണം അത് തുടക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റൗ ചൂടായി കഴിഞ്ഞാൽ പിന്നെയും കുറേ നേരം കഴിഞ്ഞിട്ട് തുടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും സ്റ്റൗവൊക്കെ തണുത്ത് കിടക്കണല്ലേ. അപ്പോൾ വേഗം അതൊക്കെ തുടച്ച് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ചായയൊക്കെ ഇട്ട് അപ്പോൾ ചായക്ക് കൊടുക്കാൻ പഴം നോക്കിയപ്പോഴത്തേക്കും പഴം പച്ചയാണ്. ഇന്നിപ്പോൾ അപ്പോൾ പള്ളിയിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന പഴമാണ്. അത് 3 പഴമാണ് 1 കിലോ തൂങ്ങിയേക്കണത് കേട്ടോ. ഇത്തിരി വെയിറ്റ് കൂടിയ പഴമാണ് ഓരോന്നും. അപ്പോൾ ഞാൻ റിച്ചാനടുത്ത് പറഞ്ഞിടാ പഴം ഒന്നുകൂടി പഴുക്കാനുണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തെങ്കിലും ഒന്ന് കുറിക്കണം. അപ്പോൾ വേഗം ബ്ലിങ്കിറ്റിൽ ഓർഡർ കൊടുത്തിട്ട് കുറച്ച് ചിപ്സ് അതും ഇതൊക്കെ മേടിച്ച് പിന്നെ ഇത്തിരി നമ്മുടെ ഷൂ റാക്കിനകത്ത് ഇത്തിരി സ്മെല്ലെന്ന് പറഞ്ഞിട്ട് അതിനൊരു ഫ്രഷ്നർ വെക്കാൻ വേണ്ടിയിട്ട് അതുമൊക്കെ മേടിച്ച് കൂട്ടത്തിൽ. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞ് ചായ കണ്ടു കഴിഞ്ഞാൽ പോകില്ല, അവിടെ ഇരുന്ന കൊതിയോടുകൂടി നോക്കും. അപ്പോൾ പപ്പ അവളുടെ ആ പാത്രത്തിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കട്ടെ. പാൽ ചായ ചെയ്തുകൊണ്ട് കൊടുക്കും, കട്ടൻ കാപ്പി ചായ ഒന്നും കൊടുക്കില്ല, അതൊന്നും കൊടുക്കാൻ പാടില്ല ശരിക്കും. അങ്ങനെ അത് ഒരിത്തിരി ഒഴിച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂബി അത് തണുത്തതിന് ശേഷമൊക്കെ കുടിച്ചോളും. ഇപ്പം ഞാൻ നടക്കാൻ പോയിട്ട് കുറേ അധികം ദിവസങ്ങളായിട്ടുണ്ട്. നമ്മുടെ തിരക്കുകൾ കൊണ്ടും മഴ കൊണ്ടുമൊക്കെ നടക്കാൻ പോകാൻ പറ്റണില്ല. അപ്പോൾ ഇന്ന് എന്ത് തന്നെയായാലും നടക്കാൻ പോകണമെന്ന് ഞാൻ നിർബന്ധപൂർവ്വം പറയാറുണ്ട്. പക്ഷേ നമ്മുടെ റിച്ചാർഡ് എന്നെ വിടാതെ പോകണ്ട മമ്മി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. റയനാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോയിക്കൊള്ളണം. നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര വഴക്ക് പറഞ്ഞ് എഴുന്നേറ്റ് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് എഴുന്നേപ്പിച്ച് നടക്കാൻ വിടും. റിച്ചാർഡ് നേരെ തിരിച്ചാണ് പോകണ്ട മമ്മി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ഞാൻ പറഞ്ഞു ഇല്ല ഇനി ഇരുന്നാൽ ശരിയാവില്ല, നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി 7 മണിയാകുന്ന നേരത്ത് നടക്കാൻ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ നടക്കാനൊക്കെ പോയി വന്ന്. അപ്പോൾ രാത്രിത്തേക്ക് ഇത്തിരി 2 മീൻ വറുത്തത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തിരി മുട്ടയും കൂടി വറുത്ത് എനിക്കും പപ്പക്കും ചോറ് തിന്നാം. കാരണം നെയ്ച്ചോറൊന്നും അധികം ഇല്ല, അടുത്ത ദിവസത്തേക്കും കൂടി അവന് നെയ്ച്ചോറെടുത്ത് വെക്കണം. അതുകൊണ്ട് ആ നെയ്ച്ചോറ് കുറച്ച് ഡിന്നറിന് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം, അതിൻ്റെ ബട്ടർ ചിക്കനൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ പിറ്റേ ദിവസം എനിക്കും പപ്പക്കും മാത്രം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയാകും, ഇവനിത് അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ വേഗം ഞാനൊരു മുട്ട ഓംലെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും സവാളയും കൂടി നമ്മുടെ ചോപ്പറിലിട്ട് വേഗം തന്നെ അത് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് 2 മുട്ടയും ഇട്ടിട്ട് അത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി. നമ്മൾ ചില ആളുകൾ സംസാരിക്കുമ്പോൾ ഇല്ലേ ഈ കുടുംബ വഴക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്ന ആളുകൾ ഇങ്ങനെ കോമണായി പറയുന്നൊരു കാര്യമുണ്ട്. എനിക്കുള്ളതെല്ലാം അവൾക്ക് കൊടുത്ത് എന്നിട്ട് പോലും അവൾ എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഈ ഉള്ളതെല്ലാം കൊടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ അയാൾ അത്രയും സ്നേഹിച്ചിട്ട് എന്തുകൊണ്ടാണ് ഉള്ളതെല്ലാം അല്ല കൊടുക്കേണ്ടത്, അവർക്ക് ആവശ്യമുള്ളതാണ് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം. നമ്മളിപ്പോൾ ഒരു 100 കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തെങ്കിലും അതിനകത്ത് അവരാഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ആ 100 കാര്യവും അവർക്ക് ഉൾക്കൊള്ളാനോ അതിനൊരു വാല്യൂ കാണാനോ സാധിക്കില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആ ഒരു ബന്ധത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ് പോലെയാണ് ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളത്. അവിടെയാണ് ഈ എമ്പതി എന്നുള്ള സംഭവം വർക്ക് ചെയ്യുന്നത്. എമ്പതി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാളിലേക്ക് നമുക്ക് ചെന്ന് അയാളുടെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് യഥാർത്ഥ ഒരു സ്നേഹം എന്നെനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് വളരെ റെയറായി മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. ചില ആളുകൾക്ക് കൂടെ കുറച്ച് നേരം ഇരിക്കണം, സംസാരിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പണം കൊടുത്തിട്ട് കാര്യമില്ല. ചിലവർക്ക് അങ്ങനെയല്ല, പണം മാത്രം മതി, ഇവരെൻ്റെ അടുത്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിത വിജയമെന്നും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇല്ലേ ഈ മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം നമ്മുടെ സിന്ധുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ്ട്, സിന്ധുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് പലരും മേടിക്കുന്നതായിട്ട് എനിക്കറിയാം, സിന്ധുവിൻ്റെ അടുത്ത് പറയാറുണ്ട്. ഇപ്പം ഞാൻ മേടിച്ചേക്കുന്നത് 1 കിലോ കാശ്മീരി പൗഡറും 1 കിലോ മല്ലിപ്പൊടിയും 1/4 കിലോ മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇത്രയും സാധനത്തിന് 1200 രൂപയാണ്. ഇത് അവർ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം എടുത്ത് കഴുകി ഉണക്കി പൊടിക്കുന്നതാണ്. അപ്പോൾ ഈ മഴക്കാലത്തിന് മുൻപേ ഞാൻ മേടിച്ച് വെച്ചതെന്നുണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ കഴുകാനും ഉണക്കാനും അവർക്ക് പറ്റാതെ വരുമ്പോൾ ഈ സംഭവങ്ങൾ തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ മഴക്കാലത്ത് ഇത് പ്രോപ്പറായിട്ട് ഉണങ്ങി കിട്ടിയിരുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര നഷ്ടമാണ്. ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞ് നമ്മളെ പൂത്ത് പോയി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലത്ത് ചിലപ്പോൾ കിട്ടാതെ വന്നാലോ പൊടി എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ വിലകളൊക്കെ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ വീണ്ടും കാണാം. താങ്ക്